ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒറ്റശിഖരം റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മീനാക്ഷി തുളസിയോട് പറയുന്നു, കുടുംബത്തിന്റെ ദുർവിധി മാറിക്കിട്ടിയത് ആരെങ്കിലും കൈ നീട്ടി വരം നീട്ടിയത് കൊണ്ടല്ല, അച്ഛൻ ശാപം എന്ന് വിശേഷിപ്പിക്കുന്ന ആ കുഞ്ഞു കാരണമാ. ഒരാള് 10 ലക്ഷം രൂപയുമായിട്ടന്ന് കയറി വന്നത് എന്തിന്റെ പേരിലാ? അന്ന് രൂപം കൊണ്ടിട്ടില്ലാത്ത ആ കുഞ്ഞിന്റെ പേരിലാ. പിന്നീടും അച്ഛന്റെ കയ്യിലേക്ക് ലക്ഷങ്ങൾ വന്നത് എങ്ങനെയാ? എല്ലാം ആ കുഞ്ഞിന്റെ പേരിൽ തന്നെയല്ലേ? തല മറന്ന എണ്ണ തേക്കരുതെന്നൊക്കെ അച്ഛൻ പണ്ട് പഴഞ്ചൊല്ല് പറയുമായിരുന്നല്ലോ. അത് തന്നെ ഞാനിപ്പോ അച്ഛനോടും പറയുക. കഴിഞ്ഞതെല്ലാം മറന്ന് എന്റെ കുഞ്ഞിനെ ശപിക്കരുത്. അങ്ങനെ കരഞ്ഞുകൊണ്ട് തുളസിയുടെ മുമ്പിൽ കൈകൂപ്പി മീനാക്ഷി അകത്തേക്ക് പോകുമ്പോൾ വിഷമത്തോടുകൂടി നിൽക്കുകയാണ് തുളസിയും പ്രസന്നയും. പിന്നീട് കാണിക്കുന്നത് രാജലക്ഷ്മിയുടെ വീടിന്റെ അരികിലുള്ള കടയിലേക്ക് വന്ന ദാസപ്പൻ പറയുന്നു, 2 സോഡ നാരങ്ങ വെള്ളം എടുത്തേ, ചേട്ടന് മധുരം ആകാലോ അല്ലേ? തുളസി പറയുന്നു, ഏതായാലും കുഴപ്പമില്ല. കടയിലെ ആള് ചോദിക്കുന്നു, ഏതാ ദാസപ്പൻ ചേട്ടാ ഈ കൂട്ടുകാരൻ? മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ദാസപ്പൻ പറയുകയാണ്, പെരുമ്പാവൂരുള്ളതാ. അയാൾ ചോദിക്കുന്നു, ഇവിടെ എന്താ പരിപാടി? വല്ല കച്ചവടമാണോ? തുളസി പറയുന്നു, ഞാൻ എന്റെ മോൾക്ക് വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു കല്യാണം ആലോചിച്ചു. പയ്യന്റെ പേര് വിശ്വനാഥൻ എന്നാ. ഇത് കേട്ട് ആ ചേട്ടൻ പറയുകയാണ്, ഓ രാജലക്ഷ്മിയുടെ മോൻ. കച്ചവടമാണോന്ന് സത്യത്തിൽ ഞാൻ വെറുതെ ചോദിച്ചതാ. പക്ഷെ നാക്കിൻ തുമ്പത്ത് ഗുളികനായിരുന്നു. പറഞ്ഞത് അച്ചട്ടാണല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് തുളസി ചോദിക്കുമ്പോൾ ആ ചേട്ടൻ ചോദിക്കുന്നു, അപ്പൊ ചേട്ടൻ ഇയാളോട് സത്യമൊന്നും പറഞ്ഞില്ലേ? ദാസപ്പൻ പറയുന്നു, പയ്യന്റെ 2 ചേട്ടന്മാർക്കും കുട്ടികളില്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എത്ര അറിയാവൂ. സോഡ നാരങ്ങ വെള്ളം കൊടുത്തുകൊണ്ട് ആ ചേട്ടൻ പറയുന്നു, മൂത്തവന്മാർ 2 പെണ്ണ് കെട്ടി. 2 പേരും കെട്ടിയവന്മാരെ കളഞ്ഞിട്ട് അവരുടെ പാട്ടിന് പോയി. ഒരു പെണ്ണിനെ വേറെ കെട്ടിച്ചതായിട്ടറിയാം. അതില് പിള്ളേരും ഉണ്ടെന്നാ കേൾക്കുന്നത്. അപ്പൊ കുഴപ്പം ആരുടെയാണെന്നാ മനസ്സിലായില്ലേ? ദാസപ്പൻ പറയുന്നു, ചേട്ടാ സത്യമായിട്ട് എനിക്കൊന്നും അറിയാൻ മേല. ഏതാണ്ടൊക്കെ എങ്ങാണ്ടൂന്നൊക്കെ കേട്ടു എന്നല്ലാതെ. ചേട്ടൻ പറയുന്നു, ഇളയവന്റെ കാര്യത്തിൽ ഞാനായിട്ടൊന്നും പറയുന്നില്ല. ചേട്ടൻ വേണ്ടതുപോലെ അന്വേഷിച്ച് എന്താന്ന് വെച്ചാ ചെയ്. ഇത് കേട്ട് ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് തുളസി. തുടർന്ന് രാജലക്ഷ്മിയുടെ വീട്ടിലേക്ക് വരുന്ന ദാസപ്പനോട് തുളസി പറയുന്നു, നമുക്ക് കാര്യം നേരിട്ട് തന്നെ ചോദിക്കാം. അവരെന്ത് പറയുമെന്ന് അറിയാലോ. വാതിൽ തുറന്ന ജോലിക്കാരിയോട് ദാസപ്പൻ ചോദിക്കുന്നു, മാഡം ഇല്ലേ? താഴേക്ക് ഇറങ്ങി വരുന്ന രാജലക്ഷ്മി പറയുന്നു, വരൂ അകത്തേക്ക് വരൂ. ദാസപ്പൻ പറയുന്നു, ഇതാണ് മാഡം. അകത്തേക്ക് കയറി വന്ന തുളസി പറയുന്നു, നമസ്കാരം. അപ്പോൾ രാജലക്ഷ്മി പറയുകയാണ്, ദാസപ്പന്റെ കൂടെ കണ്ടപ്പോഴേ എനിക്ക് ആളിനെ മനസ്സിലായി. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഇരുന്നാട്ടെ, ഇരിക്കും ദാസപ്പ. തുളസിയും ദാസപ്പനും അവിടേക്ക് ഇരിക്കുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, വിലാസിനി ചായ ഇട്ടോ? തുളസി പറയുന്നു, ചായ ഒന്നും വേണ്ടായിരുന്നു, ഞാൻ വന്നത്. അപ്പോൾ രാജലക്ഷ്മി പറയുകയാണ്, വന്നത് എന്തിനോ ആയിക്കോട്ടെ, ചടങ്ങിനനുസരിച്ചുള്ള വരവല്ലാന്ന് മനസ്സിലായി. ആണെങ്കിൽ സ്ത്രീകൾ ആരെങ്കിലും ഒപ്പം കാണണ്ടേ? മീനാക്ഷിയും കുഞ്ഞും സുഖമായിരിക്കുന്നു. തുളസി പറയുന്നു, കുഴപ്പമൊന്നുമില്ല. വിലാസിനി ചായയുമായി അവിടേക്ക് വരുമ്പോൾ രാജലക്ഷ്മി പറയുന്നു, ഇവിടെ വെച്ചിട്ട് വെക്കൂ. രാജലക്ഷ്മി അവർക്ക് ചായ എടുത്തു കൊടുക്കുകയാണ്. ചായ കുടിക്കുന്ന തുളസി വിഷമത്തോടുകൂടി ആലോചിച്ചിരിക്കുകയാണ്. രാജലക്ഷ്മി തുളസിയെ ശ്രദ്ധിക്കുന്നുണ്ട്. ദാസപ്പൻ പറയുന്നു, നല്ല ചായ അല്ലേ തുളസി ചേട്ടാ? തുളസി പറയുന്നു, അതെ അതെ. വിഷ്ണു ഇല്ലേ ഇവിടെ? രാജലക്ഷ്മി പറയുന്നു, ഇല്ല, അവര് 3 പേരും രാവിലെ പോകും. എല്ലാവർക്കും നോക്കി നടത്താൻ പല സ്ഥാപനങ്ങളുണ്ടല്ലോ. തുളസി ചോദിക്കുന്നു, മൂത്ത 2 പേർക്കും കുട്ടികളില്ല അല്ലേ? ഇല്ലാന്ന് രാജലക്ഷ്മി പറയുമ്പോൾ തുളസി പറയുന്നു, 2 പേരുടെയും ഭാര്യമാര് പിണങ്ങിപ്പോയി എന്ന് കേട്ടു. രാജലക്ഷ്മി പറയുന്നു, ഒത്തുപോകാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ പിരിയുന്നതല്ലേ 2 കൂട്ടർക്ക് നല്ലത്? തുളസി പറയുന്നു, അല്ല, ഞാൻ പറഞ്ഞു വന്നത് വിഷ്ണുവിന്റെ കാര്യത്തിലും ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാകാതെ വന്നേക്കാമല്ലോ. രാജലക്ഷ്മി പറയുന്നു, കുട്ടികളില്ലാത്ത എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അത് വിവാഹത്തിന് മുമ്പ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലോ. അഥവാ കുട്ടികൾ ഉണ്ടായില്ലാന്ന് തന്നെ ഇരിക്കട്ടെ, മീനാക്ഷിക്കൊരു കുട്ടിയുണ്ടല്ലോ. തുളസി പറയുന്നു, ആ കുഞ്ഞിനെ തിരികെ ഏൽപ്പിക്കണം. കുഞ്ഞിന്റെ അച്ഛനുമായിട്ടുള്ള കരാർ അങ്ങനെയാ. രാജലക്ഷ്മി പറയുന്നു, അത് മീനാക്ഷി വിഷ്ണുവിനോടും പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നതേ അയാൾ ഇനിയും വരില്ലെന്നാ. ദാസപ്പൻ പറയുന്നു, അത് തന്നെയാ തുളസി ചേട്ടാ എന്റെ അഭിപ്രായം. അഥവാ വന്നാ തന്നെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലാന്നല്ലേ പറഞ്ഞത്? കൊടുക്കണ്ടെന്നേ. ആ കൊച്ച് ഈ വീട്ടില് രാജകുമാരിയെ പോലെ വളരും അല്ലയോ? അതേതാ രാജലക്ഷ്മി പറയുമ്പോൾ തുളസി ചോദിക്കുന്നു, അത് മതിയോ ദാസപ്പ? ഭർത്താവും കുടുംബവും കുട്ടികളും അങ്ങനെ ഒരു ജീവിതം മീനാക്ഷിക്കും ആഗ്രഹമില്ലേ? ദാസപ്പൻ ചോദിക്കുന്നു, ഈ കല്യാണം നടന്നു കഴിയുമ്പോൾ അതൊക്കെ ആയില്ലേ? രാജലക്ഷ്മി പറയുകയാണ്, മീനാക്ഷിയുടെ ഒപ്പം കുഞ്ഞിനെ കൂടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാ. അവൾ ഈ കുടുംബത്തിലെ അംഗമായിട്ട് തന്നെ വളരും. ദാസപ്പൻ പറഞ്ഞതുപോലെ രാജകുമാരിയെ പോലെ തന്നെ അവൾക്ക് ജീവിക്കാം. എന്തുമാത്രമല്ല, ഞങ്ങളുടെ എല്ലാ സ്വത്തിന്റെ അവകാശിയും ആ കുഞ്ഞായിരിക്കും. തുളസി പറയുന്നു, വിഷ്ണുവിന് കുട്ടികൾ ഉണ്ടാകുമോന്നറിയാൻ ഇപ്പോ മെഡിക്കൽ ചെക്കപ്പോ മറ്റോ ഉണ്ടല്ലോ. രാജലക്ഷ്മി പറയുന്നു, പല കാര്യങ്ങളും അറിയാൻ മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. തുളസി ചോദിക്കുന്നു, വിഷ്ണുവിന്റെ കാര്യത്തില് അങ്ങനെ ഒരു ചെക്കപ്പ് നടത്താൻ പറ്റുമോ? കാര്യങ്ങൾ അറിഞ്ഞ് മുന്നോട്ട് പോകുന്നതല്ലേ നമുക്ക് നല്ലത്, പ്രത്യേകിച്ചും മൂത്തവർക്ക് കുട്ടികളില്ലാത്ത നിലയ്ക്ക്. രാജലക്ഷ്മി പറയുന്നു, മെഡിക്കൽ ചെക്കപ്പിന്റെ കാര്യമൊക്കെ ഒന്നുകൂടി ആലോചിക്കേണ്ടി വരും. തുളസി പറയുന്നു, ശരി, വിവരം ദാസപ്പനെ അറിയിച്ചാ മതി. ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ തുളസി അവിടെ നിന്ന് പോകുമ്പോൾ പിന്നാലെ പോകുകയാണ് ദാസപ്പൻ. രാജലക്ഷ്മി ആലോചിച്ച് നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് മീനുവിന്റെ ഫോണിലേക്ക് വിളിച്ച മഞ്ജുവിനോട് മീനു ചോദിക്കുന്നു, നിനക്ക് ഉറങ്ങാറായില്ലേടി? പുഞ്ചിരിച്ച മഞ്ജു പറയുന്നു, പഠിക്കാനുണ്ട് ചേച്ചി. മഞ്ജു ചോദിക്കുന്നു, മോൾ എന്തേ, ഉറങ്ങിയോ? ഉറങ്ങിയെന്ന് മീനു പറയുമ്പോൾ മഞ്ജു ചോദിക്കേണ്ട, ചേച്ചിയുടെ കല്യാണക്കാര്യം അച്ഛനോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അന്വേഷിച്ചോ? മീനു പറയുന്നു, ഞാൻ പറഞ്ഞത് അച്ഛൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്, അന്വേഷിക്കാമെന്ന് പറഞ്ഞു, പിന്നൊന്നും പറഞ്ഞില്ല, ഞാനൊന്നും ചോദിച്ചുമില്ല. മഞ്ജു പറയുന്നു, അവരുടെ പണക്കൊഴുപ്പ് കണ്ട് കണ്ണു തള്ളിയിരിക്കുന്ന ആളൊന്നും അല്ല അച്ഛൻ. ചേച്ചിയുടെ ഭാവിയും
അന്തസ്സും നഷ്ടപ്പെടുന്നതിലും ഭേദം മരിക്കുന്നതാണെന്ന് മുമ്പ് തീരുമാനിച്ച ആളല്ലേ. ഇനിയാണെങ്കിലും ചേച്ചിയുടെ ഭാവിക്ക് ദോഷം വരുന്നതൊന്നും അറിഞ്ഞോണ്ട് അച്ഛൻ ചെയ്യില്ല. മീനു പറയുന്നു, അതെനിക്കും അറിയാം മഞ്ജു. അറിയാതെ കുഴിയിൽ വീണു പോയെങ്കിലേ ഉള്ളൂ. ബ്രോക്കർമാര് പലതും പറഞ്ഞു പറ്റിക്കുമല്ലോ. മഞ്ജു പറയുന്നു, അച്ഛനും ഇപ്പം ബ്രോക്കർ അല്ലേ ചേച്ചി. അവരുടെ തരികിടയും കള്ളത്തരവും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. മറ്റവരുടെ ഭാഗത്തുനിന്ന് പിന്നെന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടായോ? മീനു പറയുന്നു, എന്തുണ്ടായാലും അച്ഛൻ അറിയണ്ടേ. ഉണ്ടെങ്കിൽ അമ്മയോടെങ്കിലും അച്ഛൻ പറയണ്ടേ. ഒന്നുകൂടി അന്വേഷിച്ചിട്ട് തീരുമാനിക്കാമെന്ന് മാത്രമേ അമ്മയോടും അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. മഞ്ജു പറയുന്നു, എങ്കിൽ പിന്നെ അത് മാറിപ്പോയിന്ന് തന്നെ കരുതാല്ലേ. മീനു പറയുന്നു, അത് ഏറെക്കുറെ തീർച്ചയായും മഞ്ജു. ഒന്നുകിൽ അവരത് വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ കൊള്ളില്ലാന്ന് അച്ഛന് തോന്നി കാണും. എന്തായാലും ആ ചാപ്റ്റർ അവസാനിച്ചു. മഞ്ജു പറയുന്നു, ഇനിയിപ്പോ ചേച്ചി വെറുതെ ഇരുന്ന സമയം കളയല്ലേ. മീനു പറയുന്നു, വെറുതെ ഇരിക്കാൻ എവിടെയാടി സമയം? എനിക്ക് എന്റെ മോളുടെ കാര്യം നോക്കണ്ടേ. മഞ്ജു പറയുന്നു, അത് മാത്രം മതിയോ? ചേച്ചിക്ക് വേണമെങ്കിൽ PG ചെയ്യാലോ. സ്വന്തം ഭാവി കൂടി നോക്കണ്ടേ. മീനു പറയുന്നു, ഞാൻ B.Ed ചേർന്നാലോ എന്ന് ആലോചിക്കുകയാണ് മഞ്ജു. മഞ്ജു പറയുന്നു, അത് കൊള്ളാം. നല്ലൊരു ടീച്ചറാകാൻ വേണ്ട എല്ലാ യോഗ്യതയും ചേച്ചിക്കുണ്ട്. മീനു പറയുന്നു, ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് നിന്നെ അറിയിക്കാം. നീ ഇപ്പം പഠിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഉറങ്ങാൻ നോക്ക്. പുഞ്ചിരിച്ച മഞ്ജു പറയുന്നു, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ആലോചിച്ച് നിൽക്കുകയാണ് മീനു. പിന്നീട് കാണിക്കുന്നത് പ്രസന്നയുടെ അരികിലേക്ക് വന്ന മീനു പറയുന്നു, അമ്മേ, മോൾ എഴുന്നേറ്റാൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, ഞാൻ കുളിക്കാൻ കയറുക. പ്രസന്ന ചോദിക്കുന്നു, മോൾ എന്തിയെ? മീനു പറയുകയാണ്, ഉറങ്ങുക. പ്രസന്ന പറയുന്നു, ആ ശരി. തുടർന്ന് മീനാക്ഷിയുടെ കരച്ചിൽ കേട്ട് പ്രസന്ന ചോദിക്കുന്നു, മീനു നീ വിളിച്ചോ? മീനു ഒന്നും മിണ്ടുന്നില്ല. അമ്മയെന്ന് വിളിച്ച് നടുവിന് കൈവച്ച് കരഞ്ഞുകൊണ്ട് അവിടേക്ക് വരികയാണ് മീനു. ടെൻഷനോടുകൂടി കയ്യിൽ പിടിച്ച് പ്രസന്ന ചോദിക്കുന്നു, മീനു ഇതെന്താ പറ്റിയത്? വീണോ? കാല് തെന്നിയതാണെന്ന് മീനു പറയുമ്പോൾ പ്രസന്ന പറയുകയാണ്, അയ്യോ കൈക്ക് എന്തേലും പറ്റിയോ? നോക്കട്ടെ. മീനു പറയുന്നു, ഒന്ന് പതുക്കെ, ഭയങ്കര വേദനയാ. പ്രസന്ന പറയുന്നു, നീ ഇങ്ങോട്ടിരുന്നേ, വെള്ളം തിളപ്പിച്ച് തുണി മുക്കി ചൂട് വെക്കാം, വേദന പെട്ടെന്ന് കുറയും. ഇങ്ങോട്ടിരിക്കെ. ഈ സമയം പ്രസന്ന എന്നുള്ള വിളി കേട്ട് പ്രസന്ന പറയുകയാണ്, ഓ ആ ഫിലോമിന ആയിരിക്കും. വാദം പറഞ്ഞ മീനുവിനെയും കൂട്ടിക്കൊണ്ട് ഉമ്മറത്തേക്ക് വരികയാണ് പ്രസന്ന. ഫിലോമിന ചോദിക്കുന്നു, എന്നോ പറ്റി മീനാക്ഷി? വെള്ളടത്തും വീണോ? കുളിമുറിയിൽ തെന്നി വീണതാണെന്ന് മീനു പറയുമ്പോൾ പ്രസന്ന പറയുകയാണ്, ആശുപത്രിയിൽ പോകേണ്ടി വരുമോ എന്ന എന്റെ സംശയം. നല്ല വേദനയുണ്ടെന്നാ ഇവള് പറയുന്നത്. ഫിലോമിന പറയുന്നു, എവിടെ നോക്കട്ടെ. അങ്ങനെ ഫിലോമിന കയ്യിലേക്ക് പിടിക്കുമ്പോൾ കരയുകയാണ് മീനു. ഫിലോമിന പറയുന്നു, അത് ഈ നിലവിളി കേട്ടാൽ അറിയാം. ഇതിനിപ്പം ആശുപത്രിയിൽ പോകേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ. നമ്മുടെ ഗോവിന്ദനാശാനല്ലേ ഉള്ളത്. ഉളുക്കോ ചതവോ കൈക്കൂടെ തെറ്റിയതോ എന്നതാണെങ്കിലും ഗോവിന്ദനാശാൻ ശരിയാക്കി തരും. പ്രസന്ന പറയുന്നു, എന്നാ പോയി നോക്കാം അല്ലേ. പക്ഷേ ഇവളെ തനിച്ചെങ്ങനെയാ വിടുന്നത്? കുഞ്ഞെപ്പോഴാ ഉറക്കം കൊണ്ടിരുന്നേന്ന് പറയാൻ പറ്റില്ല. ഫിലോമിന പറയുന്നു, അതിനല്ലേ പ്രസന്നെ ഞാൻ ഇവിടെ ഉള്ളത്. ആവശ്യ നേരത്തെ സഹായത്തിനൊരു കൈ നീട്ടിയില്ലെങ്കിൽ പിന്നെ അയൽക്കാരെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മീനാക്ഷി പറയുന്നു, അവൾ ഉറങ്ങി എഴുന്നേറ്റാൽ ഭയങ്കര വഴക്കാ ഫിലോമിനേച്ചി. ഫിലോമിന പറയുകയാണ്, പിള്ളേര് പിന്നെ എന്താ എപ്പോഴും വായും പൂട്ടിയിരിക്കുവോ? അവര് കരയും വഴക്കുണ്ടാക്കും. എന്തെങ്കിലും കൊടുത്തോ പറഞ്ഞോ അവരെ അങ്ങ് സമാധാനിപ്പിക്കണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ കൊച്ചുങ്ങളെ നിയമവും ചട്ടവും പഠിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ പോയിട്ട് വാ പ്രസന്നെ, കൊച്ചിന്റെ കാര്യമൊക്കെ ഞാൻ ഏറ്റു. പ്രസന്ന പറയുന്നു, പോയി നോക്കാം അല്ലേടി, ഞാനെന്താ വേഷം മാറിയിട്ട് വരാം. ഫിലോമിന പറയുന്നു, ഈ അപ്പുറത്തോട്ട് പോകാനോ? ഒരു തോർത്തെങ്ങാനോ എടുത്തിട്ടാ മതിയെന്നേ. നേരം കളയണ്ട, കൈക്ക് നീര് വീണാ പിന്നെ തിരുമാൻ പറ്റുകയില്ല. കുഞ്ഞെന്തിയെ? അങ്ങനെ ഫിലോമിന കുഞ്ഞിന്റെ അരികിലേക്ക് പോകുകയാണ്. തുടർന്ന് മീനാക്ഷിയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദനാശാന്റെ വീട്ടിലേക്ക് വരികയാണ് പ്രസന്ന. സീത ചോദിക്കുന്നു, ഇതാര്? പ്രസന്നയോ? പ്രസന്ന ചോദിക്കുന്നു, ആശാനില്ലേ ഇവിടെ? സീത പറയുന്നു, ഉണ്ടല്ലോ. നിങ്ങൾ എന്താ ഈ വഴിയൊക്കെ? ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. വിശേഷിച്ചെന്തെങ്കിലും? അവിടേക്ക് വന്ന ഗോവിന്ദൻ പറയുന്നു, വിശേഷിച്ചെന്താന്ന് ചോദിച്ചാൽ മീനാക്ഷിയുടെ കൈ ഉളുക്കി. വല്ലയിടത്തും വീണ് ചതഞ്ഞോ? മീനു പറയുന്നു, ബാത്റൂമിൽ തെന്നി വീണതാ. കൈ കുത്താൻ പറ്റിയില്ല, കൈത്തണ്ട തറയിൽ വന്നടിച്ചു. ആ കസേര ഇങ്ങ് നീക്കിയിട്ടിട്ടിരുന്നേ, കൈ നീട്ട് നോക്കട്ടെ. ഗോവിന്ദൻ കൈയിലേക്ക് തൊടുമ്പോൾ വേദന സഹിക്കാനാകാതെ ഇരിക്കുകയാണ് മീനാക്ഷി. സീത ചോദിക്കുന്നു, വേദനയുണ്ടോ മീനാക്ഷി? ഗോവിന്ദൻ പറയുന്നു, അസ്ഥിക്ക് പൊട്ടലുണ്ടായാൽ വേദന ഇല്ലാതിരിക്കൂടി. സീത ചോദിക്കുന്നു, പൊട്ടലുണ്ടോ? ഗോവിന്ദൻ പറയുന്നു, പൊട്ടലെന്ന് പറഞ്ഞാൽ ചെറുതായേ കാണുകയുള്ളൂ. വിശദമായി മനസ്സിലാക്കണമെങ്കിൽ എക്സ്റേ എടുക്കണം. മീനു ചോദിക്കുന്നു, അല്ല ആശുപത്രിയിൽ പോണോ? ഗോവിന്ദൻ പറയുകയാണ്, അതാ നല്ലത്, ഞാനും കൂടി വരാം. വടിവെച്ച് കിട്ടി ഒടിഞ്ഞ കൈയും കാലും ഒക്കെ സുഖപ്പെടുത്താൻ പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം അമ്മയെന്ന് വിളിച്ച് വിഷമത്തോടുകൂടി ഇരിക്കുകയാണ് മീനു. തുടർന്ന് ഫിലോമിന കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് വന്ന സീത ചോദിക്കുന്നു, ഫിലോമിനയ്ക്ക് നല്ലൊരു ജോലി കിട്ടിയല്ലോ. വിനീത ഉണ്ടായിരുന്നോ ഇവിടെ? ഫിലോമിന പറയുന്നു, അവൾ ഇതിലെ പോയപ്പോൾ കേറിയതാ ചേച്ചി. കൊച്ചിന് എന്നെക്കാൾ ഇണക്കവേ വിനീതയോടാ. നമ്മള് പിള്ളേരെ കളിപ്പിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്തിട്ട് എത്ര കാലമായി? സീത ചോദിക്കുന്നു, മോളുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയടാ? ആരാ മോളുടെ അമ്മയെ തള്ളിയിട്ടത്? കല്ലുമോളാണോ? ഫിലോമിന ചോദിക്കുന്നു, അവരെന്നാ വരാൻ താമസിക്കുന്നത്? സീത പറയുന്നു, ഓർത്തോയിലെ ഡോക്ടർ വരാൻ താമസിച്ചെന്ന് ഞാൻ വിളിച്ച് ചോദിച്ചായിരുന്നു. ഫിലോമിന ചോദിക്കുന്നു, എക്സ്റേ എടുത്തിട്ട് അവരെന്നോ പറഞ്ഞു? എല്ലൊടിഞ്ഞിട്ടുണ്ടോ? സീത പറയുന്നു, ഇല്ലെന്നേ, ചെറിയൊരു പൊട്ടലേ ഉള്ളൂ. വിരലോടിച്ച് നോക്കിയപ്പോൾ തന്നെ അങ്ങേർക്കത് മനസ്സിലായി. എന്നാലും ഉറപ്പുവരുത്താൻ വേണ്ടി ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും അമ്മയെ കാണാതെ ഇത്രയും സമയം ഇരുന്നല്ലോ. ഞാൻ വിചാരിച്ചു വഴക്കായിരിക്കുമെന്ന്. ഫിലോമിന പറയുന്നു, പിള്ളേര് ചിലപ്പോൾ വഴക്കിടും, കരയും, ശാഠ്യം പിടിക്കും. ചില നേരത്തെ നമുക്ക് ദേഷ്യവും തോന്നും. പിള്ളേരെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ അവരെ തല്ലി പദം വരുത്തുന്ന തള്ളമാരും ഉണ്ട്. സീത ചോദിക്കുന്നു, പിള്ളേര് കരയുന്നതും വഴക്കിടുന്നതും ഒരു ശല്യമായിട്ട് ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് തോന്നുമോ? അവരെ സമാധാനിപ്പിക്കുന്നത് ഒരു കഷ്ടപ്പാടാണെന്നൊക്കെ വിചാരിക്കുന്നത് തന്നെ
തന്നെ പാപമാ. ഞാനെന്നാ ചെല്ലട്ടെ. ഫിലോമിന പറയുന്നു, സീതേച്ചി മീനാക്ഷി വരുന്നത് വരെ കൊച്ചിനെ ഒന്ന് നോക്കാമോ? ഞാൻ എന്റെ ആടിന്റെ അടുത്തേക്കൊന്ന് ചെല്ലട്ടെ. മുംബൈയും കരയുന്നത് കേട്ടായിരുന്നു. ഇവൾക്കും പോണം. സീത പറയുന്നു, അയ്യോ ഇപ്പൊ വയ്യടി, എനിക്ക് സമയമില്ലാഞ്ഞിട്ടാ. അല്ലെങ്കിൽ ഞാൻ പൊന്നു മനസ്സോടെ നോക്കിയേനെ. അതെ, തൈലം ഉണ്ടാക്കാനുള്ള മരുന്നുകൂട്ടെ അടുപ്പത്തിരിക്കുക. അതിന് തീ കൂടാനും കുറയാനും പാടില്ല. വിറകടുപ്പിൽ തന്നെ ഉണ്ടാക്കണമെന്ന് അങ്ങേർക്ക് ഒരേ നിർബന്ധവുമാ. മോളൂട്ടി, അമ്മ വരുന്നത് വരെ കരയാതെയും വഴക്കുണ്ടാക്കാതെ ഇരിക്കണേ. നല്ല കുട്ടിയായിട്ടിരിക്കണേ. ശരി എന്ന് പറഞ്ഞ് സീത അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഫിലോമിന. ഈ സമയം ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് തുളസി. ഫിലോമിന പറയുന്നു, ചേട്ടാ അവിടെ ആരുമില്ല, ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക. തുളസി ചോദിക്കുന്നു, ഹോസ്പിറ്റലിലേക്കോ? എന്തിനു പോയതാ? ഫിലോമിന പറയുന്നു, മീനാക്ഷി കുളിമുറിയിൽ തെന്നി വീണ് കൈക്കൂടെ തെറ്റി. തുളസി പറയുന്നു, അതിന് ഗോവിന്ദനാശാന്റെ അടുത്തേക്ക് കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ. ഫിലോമിന പറയുകയാണ്, അങ്ങോട്ടാ പോയത്. ആശാൻ ഒരു സംശയം, പൊട്ടലുണ്ടോന്നേ. എക്സ്റേ എടുത്ത് നോക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞ് ഓട്ടോ പിടിച്ചു പോയി. പ്രസന്നേച്ചിയും മീനാക്ഷിയും ആശാനും കൂടിയാ പോയത്. കൊച്ചിനെ നോക്കാൻ എന്നെ ഏൽപ്പിച്ചു. ടെൻഷനോടുകൂടി ഗോവിന്ദനാശാന്റെ ഫോണിലേക്ക് വിളിച്ച് തുളസി ചോദിക്കുന്നു, ആശാൻ ഇപ്പൊ എവിടാ? ഗോവിന്ദൻ പറയുന്നു, ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി, ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക, ഇങ്ങോട്ട് വരണ്ട. ശരി എന്ന് പറഞ്ഞ ഫിലോമിനയുടെ അരികിലേക്ക് വന്ന തുളസി പറയുന്നു, അവരെ ആശുപത്രിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണെന്ന്. ഫിലോമിന പറയുന്നു, ആട് ഇവിടെ നലയ്ക്കുകയാണല്ലോ. എന്റെ കുഞ്ഞമ്മണി അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നേ. കഴുത്തില് കയറ് കുരുങ്ങിയെന്നാ തോന്നുന്നത്. ഞാനൊന്ന് നോക്കിയിട്ട് വരട്ടെ, കൊച്ചിനെ ഒന്ന് നോക്കിയേക്കണേ. അങ്ങനെ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് ഫിലോമിന ഓടി പോകുകയാണ്. ഫിലോമിനെ എന്ന് വിളിച്ച് കുഞ്ഞിനെ നോക്കുകയാണ് തുളസി. കുഞ്ഞ് കരഞ്ഞുകൊണ്ട് തുളസിയെ നോക്കുമ്പോൾ വിഷമത്തോടു കൂടി കുഞ്ഞിനെ തന്നെ നോക്കി നിൽക്കുകയാണ് തുളസി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.